അല്ല എന്താണ് രാവിലെ എണീച്ചിട്ട് എന്താ ചെയ്യേണ്ടത് കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ ആലോചിച്ചു ഒരാഴ്ചത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ അലക്കാൻ. എന്നാൽ പിന്നെ അതെടുത്ത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാം. ഡ്രസ്സ് എടുത്ത് കണ്ട് ഞാൻ നേരെ കറക്കാനിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ പോയത് കിച്ചണിലേക്കാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് മതി അടുത്ത പരിപാടി വെച്ച് കണ്ട് അവിടെ ചെന്ന് നേരെ എന്തൊക്കെയാണ് ഉച്ചയ്ക്ക് കറിയേക്കാളുള്ള ചിക്കൻ എടുത്ത് കണ്ട് നേരെ വെള്ളം ഒഴിച്ചിട്ടു. ഫ്രോസൺ പൊറാട്ട എപ്പോഴും റൂമിൽ സ്റ്റോക്കിലുണ്ട്. രാവിലത്തെ ചായക്ക് എന്തെന്നുള്ള രണ്ടാമതൊരു ചോദ്യം ഉണ്ടായില്ല. അതും കഴിച്ച് ഞാൻ ഉച്ചക്കത്തുള്ള ഫുഡ് മാടെ സെറ്റാക്കി നേരെ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് ഈ കാരണമാണ് നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള പള്ളി. എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ അപ്പം തന്നെ റൂം ലക്ഷ്യമായിക്കൊണ്ട് നടന്നു. കാരണം മയക്കാറുണ്ടായിരുന്നു നല്ല ചൂടായി. റൂമിൽ ചെന്ന് കുറച്ചേരം ഇരുന്നപ്പോൾ തന്നെ ജാബർ ഡ്യൂട്ടി ചെയ്യുന്നു. ഇനിയിപ്പോൾ രണ്ടാക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളൊന്നും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ രാത്രി പകലൊന്നുമില്ല. കോർഫുഖാന്റെ ഭംഗി അതേപോലെ തന്നെ അടിപൊളിയാണ് രാത്രി കാണാനും. എന്താ ഈ വെള്ളം ഇവിടെ എങ്ങനെ ശേഖരിച്ചിരിക്കണ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്തായാലും അല്ല കാണാൻ നല്ല അടിപൊളിയാണ്. രാത്രി ലൈറ്റ് ഇട്ട് അതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ വെള്ളത്തിൽ നിന്ന് കിട്ടാൻ അടിപൊളി. ഇത് പിന്നെ കോർഫുഖാനിൽ ഒരു പഴയ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ എപ്പോഴും കുറെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. കാരണം കുറെ കരകൗശല വസ്തുക്കളും കാര്യങ്ങളൊക്കെ വിൽക്കാണ്ട്. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും അന്ന് ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. രാത്രിയായാലും പകലായി കഴിഞ്ഞാലും ഒക്കെ ഒരു പഴയ തീമിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ കണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നോക്കുന്ന സമയത്താണ് ഇതേ ഒരു കേരള സൂപ്പർ മാർക്കറ്റ് എടുക്കുന്നത്. ഇത് പഴയ കാലത്ത് ഒരു കടയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. അല്ലെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിക്കൊണ്ട് ചെയ്താണോ നിങ്ങൾക്ക് ഒരു ഐഡിയ. എന്തായാലും കണ്ടാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വെക്കാൻ അതിൻ്റെ ഉള്ളിൽ ഇത്ര പുരാതനമായിക്കൊണ്ട് എന്താ വെക്കണ അറിയാൻ വേണ്ടി കയറി വേണം. അപ്പോൾ എല്ലാ മോഡൽ റേഡിയോയും കാര്യങ്ങളും പഴയ ലാൻഡ് ഫോണുകളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കടന്നുകാണ്ട് തിരിയുണ്ട് കാലിക്കറ്റ് റെസ്റ്റോറന്റ് വേറൊരു ബോർഡ് കേട്ടോ. ഇതും കണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ നോക്കുമ്പോൾ കാണുന്ന കാലിക്കറ്റ് ട്രേഡിംഗ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ കേട്ടോ. സ്ഥലത്തിന്റെ പേര് ഓൾഡ് സൂക്ക് ആണെങ്കിലേ കൂടെ പോണ വണ്ടികളൊന്നും അത്ര ഓൾഡ് അല്ല കേട്ടോ. കാണുമ്പോൾ തന്നെ വേറെ ലെവലാണ്. ഇതൊക്കെ കണ്ട ശരിക്കും ഏതായാലും ഓരോ ചോക്കോബാർ അയക്കാൻ ഞാനും ജാബറും ഓരോ ചോക്കോബാർ ഇവിടെ വന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് മീനും പാടെ വാങ്ങാൻ കരുതി. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനും വാങ്ങിക്കാണ്ട് ഞാനും ജാബറും തിരിച്ച് ഞങ്ങൾ റൂമിൽ തന്നെ നടന്നു. ഏതായാലും ഇനി കുറച്ച് നടക്കാൻ റൂം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ചെയ്തോളി. നേരം വേണ്ട.